രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, ടെസ്റ്റ് വെദർ ദ ആവറേജ് പ്രൊഡക്ടിവിറ്റി ഈസ് സെയിം ഫോർ ദ ഡിഫറെൻറ്റ് മെഷീൻ ടൈപ്സ്. മെഷീൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിട്ടൺ ആസ് എ കോളംസ്, വർക്കേഴ്സ് ഈസ് റിട്ടൺ ആസ് എ റോസ്. അപ്പോൾ എല്ലാ മെഷീൻ്റെയും ആവറേജ് പ്രൊഡക്ടിവിറ്റി സെയിം ആണോ? എല്ലാ വർക്കേഴ്സിൻ്റെയും ആവറേജ് പ്രൊഡക്ടിവിറ്റി സെയിം ആണ്. സോ സ്റ്റാർട്ടിംഗ് വിത്ത് HO. Right. Mean of all columns are equal. Mean of all columns are equal. That is, the mean productivity is the same for the different mission types. Mean productivity is the same for the different mission types. അതിൽ കോളംസ് അണ്ടർലൈൻ ചെയ്യുക. അതിൻ്റെ താഴെ H1 നോട്ട് ഈക്വൽ. ഇനി റോയുടെ വരുന്നു HO. മീൻ ഓഫ് ഓൾ റോസ് ആർ ഈക്വൽ. അണ്ടർലൈൻ റോസ്. That is, mean productivity of the 5 workers are equal. Mean productivity of the 5 workers are equal. ഇനി കഴിഞ്ഞ പ്രോബ്ലം എങ്ങനെയാണോ വർക്കൗട്ട് ചെയ്ത്, യു ഹാവ് ടു പ്രൊസീഡ് വിത്ത് ദ സെയിം മെത്തേഡ്. ഞാനിപ്പോൾ ഇത് ബോർഡിൽ ചെയ്തു തരികയാണ്. ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. കഴിഞ്ഞത് എങ്ങനെയാണോ വർക്കൗട്ട് ചെയ്ത് അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുക. MSC ഇയും ഉപയോഗിച്ചാണ് FOC വർക്കൗട്ട് ചെയ്യുന്നത്. MSRും MSEയും ഉപയോഗിച്ചാണ് ദാറ്റ് ഈസ് FR വർക്കൗട്ട് ചെയ്യുന്നത്. സോ സ്റ്റാർട്ടിംഗ് വിത്ത് N. സോ ക്യാപിറ്റൽ ലെറ്റർ N, നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ഈ മാട്രിക്സ് 5/4 ആണ്. 5 റോയും 4 കോളവുമാണ്. സോ ദാറ്റ് 5 into 4 is 20. 5 into 4 is 20. T എന്ന് പറയുന്നത് സിഗ്മ എക്സ് ആണ്. ഇറ്റ് ഈസ് എ ടോട്ടൽ ഓഫ് ദ ഒബ്സർവേഷൻസ്. സിഗ്മ എക്സ് എന്ന് പറയുന്നത് ടോട്ടൽ ഓഫ് ദ ഒബ്സർവേഷൻസ്. It is a total of the observations. ഇതിൽ ഈ എൻ്റെ 20 വാല്യൂസ് ആഡ് ചെയ്യേണ്ട. ഒന്നെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ എടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ എടുക്കുക. ഈസ് ഈക്വൽ ടു 0 പ്ലസ് -11 പ്ലസ് 33 പ്ലസ് -22 ഈസ് positive 33 minus 33 is equal to 0. അടുത്ത t square divided by n is equal to 0 square divided by 20 is equal to 0. 0 square divided by 20 is equal to 0. Now we are coming to the calculation of SS. കഴിഞ്ഞ പ്രോബ്ലം എങ്ങനെ വർക്കൗട്ട് ചെയ്തു ആ രീതിയിൽ തന്നെ ചെയ്താൽ മതി. സോ ഇറ്റ് ഈസ് എ സം ഓഫ് സ്ക്വയേഴ്സ്. ആദ്യത്തേത് SST ആണ്. SST എന്ന് പറയുന്നത് സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് ടി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ.
sigma x square minus t square divided by n. Sigma x total of the values ആണെങ്കിൽ sigma x square is total of the square of the values. So is equal to 3 square plus negative 3 square plus 6 square plus negative 5 square plus dots minus 0. T square by n is 0 is equal to 574 minus 0 is equal to 574. 574 minus 0 is equal to 574. അടുത്തത് SSC ആണ്. It is a SSC. ഇതിൽ ഓരോ കോളത്തിലും 5 ഫിഗേഴ്സ് വെച്ച് വരുന്നത് കൊണ്ട് ഡിനോമിനേറ്റേഴ്സ് എല്ലാം 5 വരും. സോ ഇറ്റ് ഈസ് ഫോർമുല ഈസ് സിഗ്മ എക്സ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എ പ്ലസ് സിഗ്മ എക്സ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ഓഫ് ബി പ്ലസ് സിഗ്മ എക്സ് സി സ്ക്വയർ divided by n of c plus sigma x d square divided by n of d minus t square divided by n minus t square divided by n. Sigma a x a square by n of a b square by n of b. So it is 0 square by 5 plus negative 11 square by 5 plus 33 square by 5 plus negative 22 square by 5 minus 0. എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ 5 ആയതുകൊണ്ട് കോമൺലി യു ക്യാൻ ടേക്ക് 5 as a denominator. So it is 0 plus 121 plus 33 square is 1089. It is 1089 plus negative 22 square is 484. It is 484 minus 0. 484 minus 0. കോമൺ ആണ് 5, അതുകൊണ്ട് ഓരോന്നിനും 5 എഴുതേണ്ട ആവശ്യം ഇല്ല. ഇതിൻ്റെ 1694 ഇത് ആഡ് ചെയ്താൽ 1694 ഡിവൈഡഡ് ബൈ 5 മൈനസ് 0. 1694 ഡിവൈഡഡ് ബൈ 5 മൈനസ് 0 ഈസ് ഈക്വൽ ടു 338.8. It is 338.8. It is 338.8. അടുത്തത് SSR ആണ്. It is SSR. ഫോർമുല ഈസ് ഇവിടെ കോളം ടോട്ടൽസ് ആണെങ്കിൽ സിഗ്മ x1 സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് സിഗ്മ x2 സ്ക്വയർ ഡിവൈഡഡ് ബൈ n2 പ്ലസ് സിഗ്മ x3 square divided by n3 plus sigma x4 square divided by n4 plus sigma x5 square divided by n5 minus t square divided by n minus t square divided by n is equal to എല്ലാത്തിലും കോമൺ ആയിട്ട് ഓരോന്നിലും 4 ഫിഗേഴ്സ് ആണ്. സോ 1 സ്ക്വയർ ബൈ 4 പ്ലസ് 17 സ്ക്വയർ ബൈ 4 പ്ലസ് നെഗറ്റീവ് 18 സ്ക്വയർ ബൈ 4 പ്ലസ് -4 സ്ക്വയർ -4 സ്ക്വയർ ബൈ 4 പ്ലസ് 4 സ്ക്വയർ ബൈ 4 -0 ഇതിൽ
കോമൺ ആയിട്ട് 4 വരുന്നത് കൊണ്ട് 1 പ്ലസ് 17 സ്ക്വയർ 289, ഇറ്റ് ഈസ് 289, മൈനസ് 18 സ്ക്വയർ 324 പ്ലസ് 4 സ്ക്വയർ 16 പ്ലസ് 16 മൈനസ് 0 ആ ഫിഗേഴ്സ് ആഡ് ചെയ്താൽ 646/4 മൈനസ് 0 is equal to 161.5. It is 161.5. It is 161.5. അടുത്ത SSC SST മൈനസ് SSC മൈനസ് SSR മൈനസ് SSR. SST is 574 minus 338.8 minus 161.5 is equal to 73.7 is equal to 73.7. So SS in the calculations കഴിയുന്നു. Now we come to MS, that is a mean square. ഇതിൽ T വേണ്ട, it is a mean square. ആദ്യത്തേത് MSC SSC divided by C minus 1. SSC divided by C minus 1. That is a 338.8 divided by number of columns is 4 minus 1. 338.8 divided by 3 is equal to 112.93. It is a 112.93. അടുത്ത MSR is a SSR divided by R minus 1. SSR divided by R minus 1. That is a 161.5 divided by number of rows is 5. 5 minus 1 is equal to 161.5 divided by 4 is equal to 40.38 is equal to 40.38. അടുത്ത MSC next is MSE. It is MSE. MSE is equal to SSC divided by R minus 1 into C minus 1. SSC is 73.7 divided by 5 minus 1 into 4 minus 1. 73.7 divided by 4 into 3. 73.7 divided by 12. 73.7 divided by 12 is 6.142. It is 6.142. F ratio workout ചെയ്യുമ്പോൾ when you proceed with the F ratio workout ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന MSCയും MSEയും I said E അവ ഉപയോഗിച്ചാണ് F of the columns വർക്കൗട്ട് ചെയ്യുന്നത്. F of the rows വർക്കൗട്ട് ചെയ്യുന്നത് MSRഉം MSEയും ഉപയോഗിച്ചാണ്. Now we go for the ANOVA table. It is the ANOVA table. We go for the ANOVA table. First column is sources of variation. It is sources of variation.
First column is sources of variation. In sources of variation, between columns, it is between columns, it is between columns, that is C. അടുത്ത between rows, that is R. അടുത്ത residual, it is a residual, that is a E. And after that total, after that total. ആദ്യത്തേത് sum of squares. The first is sum of squares, SS. It is a SS. ആദ്യത്തേത് SSC. It is a SSC. SSC is 338.8. അടുത്ത SSR. It is a SSR. SSR is 161.5. SSC. SSC is 73.7. 73.7. And SST. SST 574. It is 574. അടുത്ത degree of freedom. Degree of freedom is C minus 1. 4 minus 1 is equal to 3. R minus 1. 5 minus 1 is equal to 4. R minus 1 into C minus 1 is 4 into 3. 12. 16 19. This is n minus 1. 20 minus 1 is equal to 19. അടുത്തത് mean square. It is a mean square. MS. Mean square is a MS. അതിന് T വേണ്ട. MSC. It is a MSC 112.93. MSR 112.93 and this is a 40.38. And the last is a MSC 6.142. ഇത് ആവശ്യമില്ല, അവിടെ ഒന്നും കൊണ്ട് എഴുതി വെക്കരുത്. Now we are coming to the F ratio. F of the columns. സിയും ഇയും ഉപയോഗിച്ചാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അതിൽ വലുത് ഏതാണോ that you take it as a numerator, ചെറുത് denominator. So it is a MSC divided by MSC, that is 112.93 divided by 6.142, and the calculated figure is 18.39. It is 18.39. F of the rows. MSR divided by MSC is equal to 40.38 divided by 6.142 is equal to 6.51 is equal to 6.51 is equal to 6.51. ഈ കാൽക്കുലേറ്റഡ് വാല്യൂ ഡെസിമലിൽ വല്ല വ്യത്യാസമുണ്ടോ എന്ന് നോക്കണം. This is 18.39 and this is 6.51. Now we are coming to the conclusion. Give the heading. Columns. F of columns is 18.39. F of columns is 18.39. Degree of freedom. Numerator degree of freedom C ആണ്, denominator degree of freedom E ആണ്. മുകളിൽ എഴുതിയിരിക്കുന്നതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആദ്യവും
മറ്റേത് രണ്ടാമത്. 3 and 12 is 3 and 12. Level of significance 0.05. Table value 3.49. Table value is 3.49. ഇത് നോക്കേണ്ട രീതി ഇങ്ങനെയാണ്. That is 3 and 12. This is 3.49. 3 on the columns and 12 on the rows. It is 3.49. So now you conclude. Since the calculated value is greater than the table value, since the calculated value is greater than the table value, rejecting HO. Mean of all columns are not equal. Mean of all columns are not equal. Therefore, mean productivity of the machines are not same. Therefore, mean productivity of the machines are not same. Mean productivity of the machines are not same. Mean productivity of the machines are not same. In regarding the rows, F of R is 6.51. Degree of freedom ഇതിൽ മുകളിൽ എഴുതിയിരിക്കുന്ന റോയാണ്. അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് 4.12. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഈസ് 0.05. അപ്പോൾ 4.12. ടേബിൾ വാല്യൂ ഇവിടെ വരുന്നത് 3.26 ആണ്. Table value is 3.26. Table value is 3.26. Right. Since the computed value is greater than the table value, rejecting HO, accepting HO. Rejecting HO, accepting H1. Rejecting HO, accepting H1. Right. Mean of the rows are not equal. Mean of the rows are not equal. Mean of the rows are not equal. Therefore, 5 men differ. 5 men differ with respect to mean productivity. 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 അടുത്ത ക്ലാസ് ഓഡിയോ മാത്രമാണ്. അത് വാട്സപ്പിലൂടെയാണ് വരുന്നത്. ഓഡിയോ മാത്രമാണ്, വാട്സപ്പിലൂടെയാണ് വരുന്നത്. അപ്പോൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തിയറി മാർക്ക് ചെയ്യാനായിട്ട് ടെക്സ്റ്റ് വേണം. അതോടൊപ്പം തന്നെ മാർക്ക് ചെയ്യാനായിട്ടുള്ള പേനയും അതിനോടൊപ്പം തന്നെ വേണം. പിന്നെ എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് ഒരു ഐഡിയ ഇല്ല. പ്രിൻസിപ്പൽ എൻ്റെ അടുത്ത് സെൽഫുകാരുടെ അറ്റൻഡൻസ് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കൃത്യമായിട്ടൊന്നും റെസ്പോണ്ട് ചെയ്യാറില്ല. അപ്പോൾ റെസ്പോണ്ട് ചെയ്യാത്ത ആളുകളുടെ ഞാൻ ആബ്സെൻ്റ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് സാറിന് കൊടുക്കുകയുള്ളൂ. കാര്യം സാറ് ഞാൻ കോളേജിൽ വന്നിട്ടല്ല ക്ലാസ് എടുക്കുന്നത്. കോളേജിൽ വന്ന് ഇതുപോലെ ക്ലാസ് എടുക്കാനായിട്ട് സാധിക്കില്ല. അവിടെ കമ്പ്യൂട്ടർ വെച്ചാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഇതൊക്കെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് വടിക്കോൾ അടിച്ച് കയറ്റുന്നത് എങ്ങനെയാണ്?
ഇതൊരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് യെസ് ഗിവൺ മി എ ഫ്രീഡം, വീട്ടിൽ വെച്ച് ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരുന്ന പോലെ തന്നെ ഫസ്റ്റ് BBAക്കും അയച്ചു കൊടുക്കാനായിട്ടാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു സ്പെഷ്യൽ കേസായിട്ട് മാത്രം നൽകിയിരിക്കുകയാണ്. ബാക്കി എവരിബഡി ഹാസ് ടു ഡു ഇറ്റ് ഓൺ ദ കോളേജ് ഇറ്റ് സെൽഫ്. അപ്പോൾ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഡെയിലി അറ്റൻഡൻസ് കൊടുക്കണം എന്നുള്ളത്. ഇതിൽ സെൽഫുകാരുടെ റെസ്പോൺസ് ഓരോ ദിവസം അയക്കുന്നതിൻ്റെ റെസ്പോൺസ് എത്രയാണോ, അതായത് എത്ര പേര് റെസ്പോണ്ട് ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു, അവർ പ്രസൻ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ലിസ്റ്റ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ് വാട്സപ്പാണ്, അത് തിയറിയാണ്. ഇറ്റ് വിൽ ബി ടേക്കൺ ഫ്രം യുവർ ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് റെഡി ആയിരിക്കണം, അതുപോലെ തന്നെ പേന കൈവശം ഉണ്ടാകണം.